മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം. ബൈബിൾ ക്വിസ്. 1. അന്ന് യേശു വീട്ടിൽ നിന്ന് പുറപ്പെട്ട് എവിടെയാണ് പോയിരുന്നത്? കടൽപ്പുറത്ത്. 2. വലിയ പുരുഷാരം അടുത്തുകൂടിയപ്പോൾ യേശു എവിടെ കയറിയിരുന്നാണ് അവരോട് സംസാരിച്ചത്? പടകിൽ. 3. വിതക്കാരന്റെ ഉപമയിൽ വിതയ്ക്കുമ്പോൾ ചില വിത്തുകൾ വഴിയരികെ വീണു. അവയ്ക്കെന്ത് സംഭവിച്ചു? പക്ഷികൾ വന്ന് അവ തിന്നുകളഞ്ഞു. 4. വിതക്കാരന്റെ ഉപമയിൽ പാറസ്ഥലത്ത് വീണ വിത്തുകൾക്ക് എന്ത് സംഭവിച്ചു? മണ്ണ് അധികമില്ലാത്തതിനാൽ ഉടനെ മുളച്ചുവന്നുവെങ്കിലും വെയിൽ ഉദിച്ചപ്പോൾ കരിഞ്ഞുപോയി. 5. മുള്ളിനിടയിൽ വീണ വിത്തുകൾക്ക് എന്ത് സംഭവിച്ചു? മുള്ളു വളർന്നു അവയെ ഞെരുക്കിക്കളഞ്ഞു. 6. നല്ല നിലത്ത് വീണ വിത്തുകൾ എത്ര മടങ്ങ് ഫലം നൽകി? 100, 60, 30 മേനി. 7. യേശു എന്തിനാണ് ഉപമകളിലൂടെ സംസാരിക്കുന്നത് എന്ന് ചോദിച്ചതാര്? ശിഷ്യന്മാർ. 8. ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെ അറിയാൻ ആർക്കാണ് അനുവാദം നൽകിയിട്ടുള്ളത്? ശിഷ്യന്മാർക്ക്. 9. ഇസ്രായേൽ ജനത്തിന്റെ ഹൃദയം തടിച്ചിരിക്കുന്നു എന്ന് പ്രവചിച്ചത് ആര്? യെശയ്യാ പ്രവാചകൻ. 10. വഴിയരികെ വിതയ്ക്കപ്പെട്ടവൻ എന്ന് യേശു വിശേഷിപ്പിച്ചത് ആരെയാണ്? രാജ്യത്തിന്റെ വചനം കേട്ടിട്ട് ഗ്രഹിക്കാത്തവനെ. 11. പാറസ്ഥലത്ത് വിതയ്ക്കപ്പെട്ടവൻ വചനം എങ്ങനെയാണ് കൈക്കൊള്ളുന്നത്? സന്തോഷത്തോടെ. 12. വചന നിമിത്തം കഷ്ടമോ ഉപദ്രവമോ ഉണ്ടാകുമ്പോൾ ഉടനെ ഇടറിപ്പോകുന്നവൻ ഏത് നിലത്തിന് തുല്യനാണ്? പാറസ്ഥലം. 13. ലോകത്തിന്റെ വിചാരവും ധനത്തിന്റെ വഞ്ചനയും വചനത്തെ ഞെരുക്കിക്കളയുന്നത് ഏത് നിലത്തിലാണ്? മുള്ളിനിടയിൽ. 14. വചനം കേട്ട് ഗ്രഹിക്കുകയും ഫലം നൽകുകയും ചെയ്യുന്നവൻ ഏത് നിലമാണ്? നല്ല നിലം. 15. വയലിൽ നല്ല വിത്ത് വിതച്ച മനുഷ്യന്റെ ഉപമയിൽ രാത്രിയിൽ ശത്രുവെന്ന് എന്ത് വിതച്ചു? കളച്ചെടികൾ. 16. കൊയ്ത്തുകാലം വരെ നല്ല വിത്തിനോടൊപ്പം എന്ത് വളരാൻ അനുവദിക്കണം എന്നാണ് യേശു പറഞ്ഞത്? കളച്ചെടികൾ. 17. കൊയ്ത്തുകാരോട് കളച്ചെടികൾ ആദ്യം എന്തു ചെയ്യാനാണ് യജമാനൻ പറഞ്ഞത്? അവയെ കെട്ടുകളായി കെട്ടി ചുട്ടുകളയണം. 18. ദൈവരാജ്യത്തെ യേശു ഏത് ചെറിയ വിത്തിനോടാണ് ഉപമിച്ചത്? കടുകുമണിയോട്. 19. കടുകുമണി വളർന്നു വലിയ ചെടിയാകുമ്പോൾ എന്തിനാണ് അതിൽ ഇടം ലഭിക്കുന്നത്? ആകാശത്തിലെ പക്ഷികൾക്ക് അതിന്റെ കൊമ്പുകളിൽ കൂടുകെട്ടാൻ. 20. 3 ഇടങ്ങഴിമാവിൽ ചേർത്ത എന്തിനോടാണ് യേശു സ്വർഗരാജ്യത്തെ ഉപമിച്ചത്? പുളിച്ചമാവിനോട്. 21. ഞാൻ ഉപമകളിലൂടെ എന്റെ വായ് തുറക്കും എന്ന് പറഞ്ഞ പ്രവാചകൻ ആര്? ആസാഫ്. 22. നല്ല വിത്ത് വിതയ്ക്കുന്നവൻ ആര്? മനുഷ്യപുത്രൻ. 23. ഉപമയിലെ വയൽ എന്തിനെ സൂചിപ്പിക്കുന്നു? ലോകത്തെ. 24. നല്ല വിത്ത് ആരെ സൂചിപ്പിക്കുന്നു? രാജ്യത്തിന്റെ പുത്രന്മാരെ. 25. കളച്ചെടികൾ ആരെ സൂചിപ്പിക്കുന്നു? ദുഷ്ടന്റെ പുത്രന്മാരെ. 26. കളച്ചെടി വിതച്ച ശത്രു ആര്? പിശാച്. 27. കൊയ്ത്ത് എപ്പോഴാണ് നടക്കുന്നത്? ലോകാവസാനത്തിൽ. 28. കൊയ്ത്തുകാർ ആരെ സൂചിപ്പിക്കുന്നു? ദൂതന്മാരെ. 29. നിലത്ത് ഒളിഞ്ഞിരിക്കുന്ന എന്തിനോടാണ് യേശു സ്വർഗരാജ്യത്തെ ഉപമിച്ചത്? നിക്ഷേപത്തോടും നല്ല മുത്തുകളോടും. 30. വിലയേറിയ ഒരു മുത്ത് കണ്ട വ്യാപാരി എന്തു ചെയ്തു? തനിക്കുള്ളതെല്ലാം വിറ്റ് അത് വാങ്ങി. 31. കടലിലിട്ട് സകലവിധ മീനുകളെയും പിടിക്കുന്ന എന്തിനോടാണ് സ്വർഗരാജ്യത്തെ ഉപമിച്ചത്? വലയോട്. 32. വല നിറഞ്ഞപ്പോൾ നല്ല മീനുകളെ പാത്രങ്ങളിൽ ശേഖരിക്കുകയും ചീത്ത മീനുകളെ എന്തു ചെയ്യുകയും ചെയ്തു? പുറത്ത് എറിഞ്ഞുകളഞ്ഞു. 33. തന്റെ സ്വന്തം പട്ടണത്തിൽ ചെന്ന യേശു പള്ളിയിൽ ഉപദേശിച്ചപ്പോൾ ജനങ്ങൾക്കെന്തു തോന്നി? അവർ വിസ്മയിച്ചു. 34. യേശുവിനെ ജനങ്ങൾ ആരുടെ മകൻ എന്നാണ് വിളിച്ചത്? തച്ചന്റെ മകൻ. 35. സ്വന്തം ദേശത്തും സ്വന്തം വീട്ടിലുമല്ലാതെ ഒരു പ്രവാചകനും എവിടെയല്ല ആദരിക്കപ്പെടാത്തത്? തന്റെ നാട്ടിൽ പ്രവാചകന് ബഹുമാനമില്ല. 36. യേശുവിന്റെ സ്വന്തം നാട്ടിൽ അധികം വീര്യപ്രവൃത്തികൾ ചെയ്യാതിരുന്നത് എന്തുകൊണ്ട്? അവരുടെ അവിശ്വാസം നിമിത്തം.